എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പുലർച്ചെ 2 മണിയോടെ മഴ പൂർണ്ണമായും പിൻവാങ്ങിയെങ്കിലും രാവിലെ 11 മണിയോടുകൂടി ശക്തമാവുകയായിരുന്നു. നിലവിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചത്. തുടർന്ന് കൊച്ചി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിലും കടകളിലും വെള്ളം കയറിയത് ജനജീവിതം ദുസ്സഹമാക്കി. കളമശ്ശേരി എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്, കടവന്തറ, പനമ്പള്ളി നഗർ, വാഴക്കാല, ഇടപ്പള്ളി, കളമശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. രാവിലെ മഴ അല്പം മാറിയതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ വെള്ളം പിൻവാങ്ങാൻ തുടങ്ങി. മഴ എത്രയും പെട്ടെന്ന് കുറയുമെന്ന പ്രതീക്ഷയിലാണ് കൊച്ചി നഗരവാസികൾ. മുമ്പ് വെള്ളം ഉണ്ടായിരുന്നു, ഈ റോട്ടിലൂടെ ഒഴുകി പോകുമായിരുന്നു. വെള്ളം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് ഒഴുകി പോകുമായിരുന്നു. താഴെ കുറച്ച് ഇതേപോലെ പാലങ്ങൾ പണിതിട്ടുണ്ട്. അതൊന്നും ശാസ്ത്രീയമല്ല, എല്ലാം താഴ്ന്നു നിൽക്കുകയാണ്. പിന്നെ പഴയ പാലങ്ങളുണ്ട്, അതും താഴ്ന്നു നിൽക്കുകയാണ്. അതെല്ലാം പൊളിച്ച് കുറച്ച് ചെയ്യാം. പിന്നെ ഈ റോഡ് താഴ്ന്നിട്ട് പുതിയതായിട്ട് വന്ന റോഡുകളെല്ലാം പൊക്കം കൂട്ടി. അപ്പോൾ റോഡിലൂടെ ഒഴുകുന്ന വെള്ളം അവിടെ തങ്ങി. നിലവിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കാക്കനാട്, കളമശ്ശേരി, ഇടപ്പള്ളി നോർത്ത്, കണ്ണംകുളങ്ങര, വാഴക്കാല എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വീട് ഫുള്ള് വെള്ളം കയറിയോ? இந்த அளவுக்கு வெள்ளம் ஏறி எல்லாமே போய் அப்போ ഇവിടെ ஆட்டோ பிடிச்சிட்டு ഇവിടെ வந்து ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുഡ് കൊടുക്കുறாங்க. அப்புறம் இங்கே இருக்கிறோம். ടെക്കുകളുടെ കൂട്ട അവധിയെടുക്കൽ ഒഴിവാക്കുന്നതിനായി ഇന്ന് കൊച്ചി ഇൻഫോ പാർക്കിലെ ഭൂരിപക്ഷം കമ്പനികളിലും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. ഇൻഫോ പാർക്കും പരിസര പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായ സാഹചര്യത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന് നിലവിലെ കലുങ്ക് പുനർനിർമ്മിക്കുന്നതിന് പ്രപ്പോസൽ സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കിൻഫ്ര, ഇൻഫോ പാർക്ക് അധികൃതർ ഇതു സംബന്ധിച്ച പ്രപ്പോസൽ ഇറിഗേഷൻ, പൊതുമരാമത്ത് വകുപ്പുകൾക്ക് നൽകാനാണ് കളക്ടർ നിർദ്ദേശിച്ചത്. ഇടപ്പള്ളി സിഗ്നൽ പരിസരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് മെട്രോ സ്റ്റേഷന് പുറകിലുള്ള കാന ക്ലീൻ ചെയ്യുന്നതിന് ദേശീയപാത അതോറിറ്റി തയ്യാറാക്കിയ പ്രപ്പോസൽ ലഭിച്ചാൽ അടിയന്തരമായി തുടർ നടപടി സ്വീകരിക്കുമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അധികൃതർ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.